എന്നടാ ഉവ്വേ, വീട്ടിൽ യാദൃശ്യമായിട്ട് കുറച്ച് വിരുന്നുകാർ വന്നപ്പോൾ എൻ്റെ കെട്ടിയാൻ എന്നോട് എന്ത് പറഞ്ഞെന്നറിയോ? പെമ്പറന്നവരൊരു കാര്യം ചെയ്യാം, ഉണ്ടാക്കി പുറക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ചായക്കടയിൽ നിന്ന് കുറച്ച് അപ്പം വാങ്ങിക്കാം, ഇറച്ചിക്കടയിൽ നിന്ന് കുറച്ച് ഇറച്ചിയും കൂടെ വാങ്ങിച്ച് കറി വെക്കാമെന്ന് പറഞ്ഞു. എന്നാ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇറച്ചിക്കടയിൽ ചെന്നു. ഒരു 2 കിലോ ഇറച്ചി തരാൻ പറഞ്ഞു. ഇവൻ ഇറച്ചിയൊക്കെ വെട്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ മേലോട്ട് നോക്കുന്നു. എന്താണെന്നറിയോ? ഇവൻ്റെ കടയുടെ പേരാ കാരുണ്യ മട്ടൺ ഷോപ്പ്. നിർത്തടാ അവിടെ എന്ന് ഞാൻ പറഞ്ഞു. നീ ഈ കാരുണ്യ എന്ന് പേരിട്ടിട്ട് നീ ഇവിടെ ചെയ്യുന്ന എന്താ? നിൻ്റെ ഇറച്ചിയും വേണ്ട, ഒരു കുന്തോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്ത്, എന്നാൽ ഇനി അപ്പം വാങ്ങിക്കാമെന്ന് വെച്ചാൽ അപ്പക്കടയിൽ ചെന്നു. ചായക്കടയിലൊക്കെ ചെന്നു. അപ്പത്തിന് ഓർഡർ കൊടുത്തു. ഇവൻ അപ്പം കെട്ടി കൈ കൊണ്ടു വന്നപ്പോഴാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ആ കടയുടെ പേരെന്താണെന്നറിയോ? ഇന്നലെ, ഇന്നു, നാളെ. ഞാൻ പറഞ്ഞു നിൻ്റെ അപ്പം നീ ഇവിടെ വെച്ചോന്ന്. സംഭവം എന്നാണെന്നറിയോ? അവൻ്റെ കടയുടെ പേരാണ് ഇന്നലെ, ഇന്നു, നാളെ. അവൻ ഇന്നലത്തെ അപ്പം ഇന്നലെയും കൊടുക്കും, ഇന്നും കൊടുക്കും, നാളെയും കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടടാവേ, നിൻ്റെ അപ്പം നീ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വഴിക്ക് പോയി.